തെരഞ്ഞെടുപ്പിൻ്റെ ആ കോലാഹലങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളും ആരംഭിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് തമിഴ്നാട് തന്നെയായിരുന്നു. തമിഴ്നാട്ടിലെ BJP മുൻ അധ്യക്ഷയും ഗവർണറുമൊക്കെ ആയിരുന്ന തമിഴേസി സൗന്ദരരാജാണ് ആദ്യമായി വെടിപൊട്ടിച്ചത്. അണ്ണാമലയുടെ പോക്ക് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്പോരിലേക്ക് നീങ്ങുമ്പോൾ അതിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുകയും അമിത്ഷാ ഈ തമിഴേസി സൗന്ദരരാജയെ ശാസിക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴാ പുതിയ വാർത്ത എത്തിയിരിക്കുന്നു. അണ്ണാമലൈ തമിഴേസി സൗന്ദരരാജയുടെ വീട്ടിലെത്തി അവരുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇരു നേതാക്കളും പരസ്പരം പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും. അണ്ണാമലൈ പറഞ്ഞത് തൻ്റെ മുതിർന്ന നേതാവാണ് തമിഴേസി സൗന്ദരരാജ, അവരുടെ പാതയിൽ തന്നെയാണ് താൻ സഞ്ചരിക്കുന്നത്, അവരോട് തന്നെ അഭിപ്രായം ചോദിച്ചിട്ടാണ് താൻ ഇനി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അണ്ണാമലൈ മികച്ച ഒരു നേതാവാണെന്ന് പറയാൻ തമിഴേസി സൗന്ദരരാജയ്ക്ക് മടിയൊന്നുണ്ടായില്ല. ഏതായാലും BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടുകൂടി വിവിധ സംസ്ഥാനങ്ങളിൽ നേതാക്കന്മാർ തമ്മിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും വാക്പോരുകളും അസ്വാരസ്യങ്ങളുമൊക്കെ പതുക്കെ മാറി തുടങ്ങുന്നു. BJP വീണ്ടും പഴയ BJPയിലേക്ക് മടങ്ങുന്നു, പുതിയ ലക്ഷ്യവുമായി. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.